ഹായ് ഹലോ ഏഞ്ചലാണേ. അപ്പോൾ ദേ നെമിലിക്കുട്ടൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. മോളെ LKG അപ്പോൾ എമിലിക്കുട്ടൻ ദേ നല്ല ഉറക്കമാണ്. ഇപ്പോൾ ടൈം വെളുപ്പിന് 4 മണിയാണ്. അപ്പോൾ ഇവർക്ക് 7:40 സ്കൂൾ ബസ് വരും. അപ്പോൾ മോള് പോകുന്നതും മോളുടെ ലഞ്ച് ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് എല്ലാ വിശേഷങ്ങളും കാണിക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ രാവിലെ എണീറ്റ് നേരെ കിച്ചണിലോട്ട് കയറുവാണ്. കാരണം ഇവർക്ക് 7:40 സ്കൂൾ ബസ് വരും. അപ്പോൾ നമുക്കൊരു 7 മണിയാകുമ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം 7 മണിയാകുമ്പോൾ തീർത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ഉണർത്തുമെന്നാണെങ്കിൽ, അതായത് ഫുഡിൻ്റെ കാര്യങ്ങളും ഇവരുടെ യൂണിഫോം അതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു 7 മണിയാകുമ്പോൾ ഇവരെ ഉണർത്തുമെന്നാണെങ്കിൽ ഒരു 2 പേരെയും യൂക്കുട്ടനെയും തത്തുവിനെയും ഉണർത്തുമെന്നാണെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. പിന്നെ ഒരു സമാധാനം ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുക എന്നുള്ളതാണ്. അപ്പോൾ കഴിപ്പിക്കാനാണെങ്കിൽ നമ്മൾ 7 മണിക്കല്ല 6 മണിക്ക് വരെ പോക്കേണ്ടി വരും. പിന്നെ ദേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രാവിലെ ആസ് യൂഷ്വൽ നമ്മൾ ഈശോയ്ക്ക് തിരി കത്തിക്കാനായിട്ട് വന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ മാതാവ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ദേ തിരി കത്തിച്ചതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലോട്ട് കയറുവാണ്. അപ്പം ഞങ്ങൾ റൈസ് കുക്കറിലാണ് സാധാരണ ഞങ്ങൾ ചോറ് തിളപ്പിച്ച് വെക്കാറ്. അപ്പം ഇന്നൊരു പരീക്ഷണാർത്ഥം ഞങ്ങൾ പുറത്ത് അടപ്പിൽ കഞ്ഞിക്കിട്ടു. 4 മണിക്ക് എണീറ്റിട്ടുള്ള കാര്യം ചോറ് ഈവനിങ് ആകുമ്പോൾ ചീത്തയായാലോ എന്നുള്ളൊരിത്. അപ്പം ഞാൻ എണീറ്റ് ചായയും അതുപോലെ കഞ്ഞിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനിയത്തി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്ന് കരുതി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചായ തിളച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഉള്ളതും ഒക്കെ എടുത്ത് ഇങ്ങനെ 2 പേരും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ അതേ ചായയൊക്കെ തിളപ്പിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ പിന്നെ അതേ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി വെള്ളം തിളച്ചപ്പോൾ പിന്നെ ഇഡ്ഡലി വെച്ചു. പിള്ളേർക്ക് കുഴപ്പമില്ല, ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ പിന്നെ അവർ കഴിച്ചോളും. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ മുട്ടയും ചിക്കി ക്യാബേജ് അല്ലല്ലോ സോറി ബീട്രൂട്ടും റെഡിയാക്കി ഉച്ചക്കത്തേക്ക് കൊടുക്കാമെന്ന് ഓർത്തു. തത്തുക്കുട്ടന് ബീട്രൂട്ട് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇതിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇത്തിരിയൊക്കെ കഴിക്കും. എന്നാലും സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ പിന്നെയും കഴിക്കും ആൾ. വീട്ടിലാണെങ്കിൽ ആൾ തിരിഞ്ഞ് നോക്കത്തില്ല. എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ഒന്നും. പിന്നെ ദേ 2 മുട്ട എടുത്തിട്ട് അതും ബീറ്റ് ചെയ്തു. അങ്ങനെ ആ സമയം കൊണ്ട് അപ്പോൾ ദേ ബീട്രൂട്ടുമായി സാമ്പാറുമായി. പിന്നെ ദേ ചോറ് അടപ്പത്ത് തിളച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തോട് പറഞ്ഞു നമുക്ക് ഇനി മുതൽ ഈ പരിപാടി ചെയ്യാം. കാരണം ഇതാകുമ്പോൾ 2 നേരത്തേക്കുള്ളത് ഒന്നിച്ചങ്ങ് വെക്കുകയും ചെയ്യാം, നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും. അങ്ങനെ പിന്നെ ദേ എല്ലാ സാധനങ്ങളും റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതേ എല്ലാം പാക്ക് ചെയ്യാനായിട്ട് വന്നു നിന്നു. അപ്പോൾ ദേ ഇഡ്ഡലിയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടത്. അപ്പോഴേക്കും ഡാഡി വിളിച്ചു. പിന്നെ ഡാഡിയോട് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിക്കുവാൻ കേട്ടോ ആൾ. അങ്ങനെ പിന്നെ അതേ ലഞ്ചിന് ബീട്രൂട്ടും മുട്ട ചിക്കിയതും ചോറും. എമിലിക്കുട്ടന് സ്പൂണ് വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ അതേ സ്പൂണും കൂടെ വെച്ച് ഞാനത് അടച്ചു വെച്ചു. പിന്നെ സ്നാക്സിന് വാട്ടർമെലനാട്ടോ കട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അതേ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയ സമയത്ത് കറണ്ട് ഇല്ല. പിന്നെ കിച്ചണിൽ മാത്രമേ ആ ലൈറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോണിൻ്റെ ടോർച്ചും ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ദേ എല്ലാം ഇവരുടെ ലഞ്ച് ടവലിനകത്ത് കവർ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു. ഈ സമയത്തൊക്കെ എന്താ പറയുക, എമിലിക്കുട്ടിനെ ഞാൻ വിളിക്കേണ്ടേ വന്നില്ല. കറണ്ട് ഇല്ലാഞ്ഞത് കാരണം ആൾ തന്നെ എണീറ്റ് പോകുന്നതായിരുന്നു. അങ്ങനെ പിന്നെ ദേ അവളുടെ ലഞ്ച് ബാഗിലോട്ട് അതെല്ലാം എടുത്ത് വെച്ച് കേട്ടോ. എടുത്ത് വെച്ചപ്പോൾ ആളിവിടെ ഇരുന്നിട്ട് എൻക്വയറി എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കറി, എന്തൊക്കെയാണ്, അതെന്താ ഇതെന്താ, ബീട്രൂട്ട് എന്തിനാണ് മമ്മി വെച്ചേ? ഞാൻ പറഞ്ഞു ഇച്ചിരിയേ വെച്ചുള്ളൂ, ഇച്ചിരിയേ ബീട്രൂട്ട് വെച്ചിട്ടുള്ളൂ, ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഞാൻ ബീട്രൂട്ട് കഴിക്കത്തില്ല, ഞാൻ മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, കഴിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആളങ്ങനെ സമാധാനപ്പെടുത്തി. അങ്ങനെ ദേ ലഞ്ച് ബാഗ് റെഡിയാക്കി വെച്ചു. അന്നേരം പിന്നെ ഞാൻ ആളുടെ നോട്ട്ബുക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളുടെ 3 വയസ്സിലെ ഫോട്ടോയുടെ സ്റ്റിക്കറാട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഈ വർഷം അത് ഉണ്ടായിരുന്നത് കാരണം ഞാൻ സ്റ്റിക്കറൊന്നും അടുപ്പിച്ചില്ല. അപ്പം ഞാൻ എല്ലാ ആളുടെ ബാഗിലിങ്ങനെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന അവിടെ മാറി കിടന്നേ. ദേ യൂണിഫോം
ഇത് എല്ലാം ഞാൻ ചെയ്ത് വെച്ച് അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ഇത് ഒരു ജോഡി ഡ്രസ്സ് സെപ്പറേറ്റ് നമ്മൾ ഇവരുടെ ബാഗിൽ വെക്കണം കേട്ടോ. കാരണം ഇവർ യൂണിഫോമത്തിൽ എന്തെങ്കിലും അഴുക്കാകെ എന്തെങ്കിലും ചെയ്താലോ, ഒരു വണ്ടിക്കൊക്കെ അല്ലേ പോകുന്നത്, അപ്പോൾ ഇൻ കേസിന് വൊമിറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ ബാഗിൽ എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് കരുതണമെന്ന് മിസ്സുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ എമിലുവിൻ്റെ ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ കുളിക്കാൻ വിളിക്കുവാണേ, വാ വാന്നും പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ തന്നെ കിടക്കുക. ഞാൻ വരാം മമ്മി, ഞാൻ വരാം മമ്മി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം പിന്നെ ഞാൻ പൊക്കിക്കൊണ്ടുപോയി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ അതേ എല്ലാം എടുത്ത് ഞാൻ ബാഗിനകത്ത് വെച്ച് യൂണിഫോം, സോക്സ്, ടവൽസ്, അങ്ങനെ ആൾക്ക് കൊണ്ടുപോകാനുള്ള ഇടാനുള്ളതും എല്ലാം എടുത്ത് കട്ടിലയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് സാധാരണ ഞാൻ ആളെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാറ്. പക്ഷേ ഇന്ന് കറണ്ട് ഇല്ലാഞ്ഞത് കാരണം ആൾ തന്നെ അങ്ങ് എണീറ്റ് പോകുന്നു. ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞിട്ട് പിന്നെ ഞാൻ പൊക്കിയെടുത്ത്. എന്നല്ലേ ഇവർ വലുതാകുമ്പോൾ ഈ വീഡിയോയൊക്കെ കാണാൻ നേരത്ത് ഇവർ മനസ്സിലാക്കണം അല്ലേ, നമ്മളൊരമ്മയായപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു ഇവരുടെ അടുത്ത് നിന്ന്. ഇവർക്ക് വേണ്ടി നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്തതിനൊക്കെ കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട് ഇവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. പക്ഷെ അവരൊക്കെ ഒരു സൗകര്യം ഇല്ലാഞ്ഞ സമയത്ത് നമ്മളെ ഒരുക്കി ക്ലാസ്സിൽ വിടുന്നു അല്ലേ. ഇതാണ് എമിലുകുട്ടൻ്റെ ഗോൾഡൊക്കെ ഞാൻ റിമൂവ് ചെയ്യുക കേട്ടോ. കാര്യം ഇവരുടെ സ്കൂളിൽ ഗോൾഡൊന്നും ഇടാൻ പാടില്ല. അങ്ങനത്തെ ആൾ കുളിച്ച് കഴിഞ്ഞ് വന്ന ആളുടെ ഗോൾഡൊക്കെ റിമൂവ് ചെയ്ത് ഞാൻ ഹെയറൊക്കെ ആളുടെ സെറ്റ് ചെയ്യുവാണേ. ഇനി മുടിയൊക്കെ എല്ലാം 2 കൊമ്പായിട്ടൊക്കെ കെട്ടി അങ്ങ് കൊടുത്ത് രാവിലെ പാടെ എമിലിക്കുട്ടൻ്റെ മേല് മാത്രമേ ഞാൻ കഴുകത്തുള്ളൂ കേട്ടോ. ഞാൻ തലേ ദിവസം വൈകുന്നേരമാണ് എമിലിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എമിലിക്കുട്ടൻ്റെ തലയും ഒക്കെ കഴുകുന്നത്. മേല് കഴുകുന്ന കൂട്ടത്തിൽ അപ്പോൾ ഞാൻ തലയും കഴുകും. കാരണം രാവിലെ ആകുമ്പോൾ മുടി ഉണങ്ങത്തില്ല, പിന്നെ ബാഡ് സ്മെല്ലായിരിക്കും, പെയിൻറ്റ് ശല്യം ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഞാൻ തലേ ദിവസമാണ് ആളുടെ തല എപ്പോഴും കഴുകാറ്. പിന്നെ അതേ ടീച്ചർ പറഞ്ഞ ഷെയ്ഡിൽ എല്ലാം വാങ്ങിച്ച് പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് പിന്നെ സോക്സൊക്കെ ഇടിച്ച് ആളെ സെറ്റാക്കുവാണേ. അങ്ങനെ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക്. മമ്മി മഴയുണ്ടോ മമ്മി പുറത്ത്, എന്തൊക്കെയോ അവൾ ബാഹ്യമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ എൻ്റെ സുന്ദരിക്കുട്ടി റെഡിയായി സ്കൂൾ ബാഗ് ഇട്ട്. അപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തരുവാണേ. ഇത് 2 ദിവസം വീട്ടിലുണ്ടായിരുന്നല്ലോ, ആളും അനക്കവും ബഹളമായിട്ട്. ഇപ്പോൾ പോവുമല്ലേ അങ്ങോട്ട്. പിന്നെ ഹാൻഡ് കർച്ചീഫും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചു. അതെ എൻ്റെ തത്തുക്കുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായി. തത്തുക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ടാറ്റാ, പോയിട്ട് വരാം. വാ. അതേ ബയ്യൊക്കെ പറഞ്ഞ ആൾ പ്രാർത്ഥിക്കാൻ പോവാണേ. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പം അമ്മയ്ക്ക് ഈശോയും ഉമ്മയൊക്കെ കൊടുത്ത്, അത് കുഞ്ഞുനാളോട്ട് അവർ 2 പേരും അങ്ങനെ കേട്ടോ, യോക്കുട്ടനും അങ്ങനെയാണ്, ഉമ്മയൊക്കെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഉമ്മയൊക്കെ കൊണ്ടുവന്ന് തന്ന്. ഡാഡിയോട് പിന്നെ രാവിലെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തായിരുന്നേ. പിന്നെ നേരെ മഞ്ജുമ്മയുടെയൊക്കെ റൂമിൽ ചെന്ന് മഞ്ജുമ്മയുടെ അടുത്തുനിന്ന് ഉമ്മയൊക്കെ മേടിച്ചു. അച്ചാച്ചനും ഉമ്മ കൊടുത്തായിരുന്നു കേട്ടോ. അച്ചാച്ചനെന്ന് വെച്ചാൽ അനിയനെ അവൾ അച്ചാച്ചനെന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചനും ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു. അച്ചാച്ചൻ ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. പാവത്തെ പുറകിൽ യോക്കുചേട്ടൻ ഹായിയൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഈ കൂടനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ അവളെയും കൂടെ കൊണ്ടുപോകാനും ഞങ്ങൾ, അവൾ ഉറക്കമായിരുന്നു. അങ്ങനെ പിന്നെ സ്കൂൾ ബസ് വന്നപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടെ സ്കൂൾ ബസ്സിൽ കയറി അങ്ങ് പോവാണ്. ഇതാണ് ഷീജാൻറ്റി. കഴിഞ്ഞ വർഷം ഷീജാൻറ്റി തന്നെയായിരുന്നു ഇവരുടെ ആൻറ്റി ആയിട്ടുണ്ടായിരുന്നത്. ഡ്രൈവർ അങ്കിൾ ഇപ്പോൾ വേറെയാണ്. അങ്ങനെ പിന്നെ ആൾ ആൻറ്റീനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ആളങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ ഫിനിഷായി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.